ഞങ്ങൾ നടന്ന് പട്ടികളുടെ ശ്മശാന ഭൂമിയിലെത്തിയിരിക്കുകയാണ്. ഇതാണ് പട്ടികളുടെ ശവക്കോട്ട. 2 കുടുംബങ്ങൾ വളർത്തിയ പട്ടികളായിരിക്കും ഇത്. ഇതാ ഇവിടെ എഴുതിയിരിക്കുകയാണ്, സ്റ്റിങ് died May 21st, 1920. Faithful beyond human fidelity. Yes. മനുഷ്യൻ്റെ ആത്മാർത്ഥതയേക്കാൾ ആത്മാർത്ഥതയുള്ള പട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഇതാ, the love that passed all love of humankind. സത്യത്തിൽ ഒരു തരം നാണക്കേട് തോന്നുന്നു എന്ന് പറയാം. പട്ടികളെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? മനുഷ്യൻ്റെ സ്നേഹത്തെ വെല്ലുവിളിക്കുന്ന സ്നേഹം. The dearest little friend, little bots, died June 19, 1944. എന്തൊക്കെ വാക്കുകളാണ് ഈ നായ്ക്കുട്ടികൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്. വർഷങ്ങൾ 8, 10, 12 വർഷങ്ങൾ അതിനോടൊപ്പം കഴിഞ്ഞ, അതിനെ അറിഞ്ഞ അതിൻ്റെ യജമാനന്മാർ എഴുതിയിരിക്കുകയാണ്. മിസ്സിസ് മറേ 1940 അവൾ മരിച്ചത്. 19 വയസ്സ്. ബ്രില്യൻ ഹണ്ടർ ആൻഡ് കമ്പാനിയൻ. സത്യത്തിൽ ആലോചിക്കായിരുന്നു ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ. കമ്പാനിയൻ, ഫെയ്ത്ത്ഫുൾ ബിയോണ്ട് ഹ്യൂമൻ ഫിഡലിറ്റി. യെസ്, എന്നെപ്പറ്റി എന്തായിരിക്കും കർത്താവ് പറയുവാൻ പോകുന്നത്? എന്തായിരിക്കും എന്നെപ്പറ്റി? എന്നെ സൃഷ്ടിച്ചാക്കിയവൻ 1908, 1911 ഈ വർഷങ്ങളിലൊക്കെ മരിച്ച കുട്ടികളുടെ ശവക്കോട്ട. ദൈവമേ, എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ എൻ്റെ അരുമനാഥൻ പറയുന്നു. എനിക്ക് വേണ്ടി ജീവൻ നൽകിയ, എനിക്ക് പുതുജീവനെ നൽകിയ, എനിക്ക് വേണ്ടതെല്ലാം നൽകിയ എൻ്റെ യജമാനൻ, എൻ്റെ സ്നേഹിതൻ, എന്നെ ദത്തെടുത്തവൻ. ഈ പട്ടിക്കുട്ടികളുടെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിച്ചു. എന്നാൽ എനിക്ക് വേണ്ടി മനോഹരമായ ഒരു ഭവനം ഒരുക്കിയവൻ എന്നെപ്പറ്റി പറയുമോ? സ്നേഹിക്കുന്നവൻ, സ്നേഹിച്ചത് മറക്കാത്തവൻ, വിശ്വസ്തൻ, നന്ദിയുള്ളവൻ എന്നൊക്കെ എന്നെപ്പറ്റി യേശു കർത്താവേ എന്നെപ്പറ്റി പറയുമോ? അങ്ങ് പറയണേ. പലപ്പോഴും പലരിലും ജീവജാലങ്ങളിൽ ഉള്ള ആ സ്നേഹം, ആ ഫെയ്ത്ത്ഫുൾനെസ് എന്നിൽ കാണുന്നില്ല. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. അങ്ങ് സ്വർഗത്തിലെ പുസ്തകത്തിൽ എന്നെപ്പറ്റി നല്ലത് എഴുതി വയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ സംഭവിച്ചതൊക്കെ, ആ കുറവുകളൊക്കെ, ആ നന്ദികേടുകളൊക്കെ ക്ഷമിക്കണമേ കർത്താവേ. ഞാൻ വിശ്വസ്തൻ, നേരുള്ളവൻ, കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ കൊള്ളുന്നവൻ, സ്നേഹിക്കുന്നവൻ എന്നൊക്കെ എന്നെപ്പറ്റി അങ്ങ് പറയുവാൻ ഇടയാകട്ടെ.